സ്വന്തം പ്രണയത്തിനു വേണ്ടി തന്റെ പിതാവിനോട് യുദ്ധം ചെയ്ത, മരണത്തെ പുൽകാൻ പോലും തയ്യാറായ സലീമിന്റെയും തന്റെ പ്രിയതമനു വേണ്ടി ജീവനോട് കല്ലറയിൽ അടക്കപ്പെട്ട നാദിറയുടെയും കഥ. അവരുടെ അവസാനത്തെ ആഗ്രഹം ഒന്നു മാത്രമായിരുന്നു, തന്റെ പ്രിയതമനോടൊപ്പം ഒരൊറ്റ ദിവസം. അതിനൊടുവിൽ മരണത്തെ പുൽകുകയാണെന്ന് അറിഞ്ഞിട്ടും മരണത്തിന് തന്റെ സലീമിനെ വിട്ടുകൊടുക്കാൻ മടിച്ചുകൊണ്ട് അവൾ അതിനിറങ്ങി പുറപ്പെട്ടു. മുഗളന്മാർക്കിടയിൽ ഇങ്ങനെയും ഒരു കഥയുണ്ട്, സലീമിന്റെ നഷ്ടപ്രണയത്തിന്റെ കഥ. അക്ബർ എന്ന മഹാനായ രാജാവിന്റെ സ്വാർത്ഥതയുടെ കഥ. പ്രണയത്തിനായി ബലിയാക്കപ്പെട്ട അനാർക്കലിയുടെ കഥ. മഹാനായ അക്ബർ ചക്രവർത്തിയുടെ പുത്രനായിരുന്നു സലീം രാജകുമാരൻ. പിന്നീട് ജഹാംഗീർ എന്ന പേര് സ്വീകരിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തന്റെ മകനെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് അയച്ചു. പിന്നീട് 14 വർഷത്തിന് ശേഷമാണ് ലാഹോറിലെ കൊട്ടാരത്തിലേക്ക് സലീം തിരികെ എത്തിയത്. രാജകുമാരന്റെ ആഗമനത്തിന്റെ സന്തോഷത്തിൽ കൊട്ടാരവും പ്രദേശവും ആഘോഷം പൊടിപൊടിച്ചു. സലീം തിരികെ വരികയാണ്. രാജകൊട്ടാരത്തിലേക്കുള്ള വഴിയരികിലൊക്കെയും പുഷ്പാരവങ്ങളോടെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ വരവേറ്റു. അവിടെയും തീർന്നില്ല. വാദ്യാഘോഷങ്ങളും നൃത്തസംഗീത പരിപാടികളാലും ജനങ്ങൾ തങ്ങളുടെ രാജകുമാരനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. ആഘോഷങ്ങൾ അവിടെയും തീർന്നില്ല. അന്ന് വൈകിട്ട് രാജകൊട്ടാരത്തിൽ വലിയൊരു നൃത്തവിരുന്നും ഒരുക്കിയിരുന്നു. വലിയ വലിയ പ്രമാണിമാരും നാട്ടുരാജാക്കന്മാരും അണിനിരന്ന ആ വിരുന്നിൽ സലീം ഏറെ തിരക്കിലായിരുന്നു. അന്നത്തെ ആ തിരക്കുകൾക്കിടയിലാണ് സലീം അവിടെ ആദ്യമായി കാണുന്നത്. കയ്യും മെയ്യും മറന്നാടുന്ന ഒരു ചെമ്പനീർ പൂവ് പോലെ മൃദുലമായ തന്റെ അനാർക്കലിയെ. കണ്ട മാത്രയിൽ തന്നെ അവൾ സലീമിന്റെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു. അന്നത്തെ രാത്രി മുഴുവനും സലീമിന്റെ മനസ്സിൽ അവളായിരുന്നു. അവൾ വെച്ച ഓരോ ചുവടുകളും അതിനൊപ്പമുള്ള അവളുടെ മാൻമിഴികളുടെ ചലനവും എല്ലാം തന്നെ അവന്റെ മനസ്സിലേക്ക് തികട്ടി വന്നുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം അവൻ ആദ്യം തന്നെ പോയി അന്വേഷിച്ചത് അവളെക്കുറിച്ചായിരുന്നു. ആരാണവൾ? എവിടെ നിന്ന് വന്നു? അങ്ങനെ 100 ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ അവൻ അറിഞ്ഞു, തന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട ദാസിയായ നൂർ ഖാൻ അർഖുണിന്റെ മകൾ. അവർണ്ണനീയമായ സൗന്ദര്യം കൊണ്ടും നൃത്തകലയിൽ നേടിയെടുത്ത പ്രാഗൽഭ്യം കൊണ്ടും ലാഹോറിലും പരിസര പ്രദേശങ്ങളിലും കീർത്തി നേടിയ നർത്തകി, തന്റെ ഉറക്കം കെടുത്തിയ സ്വപ്നസുന്ദരി നാദിറ. ഒരു പൂവ് പോലെ വിടർന്നു വരുന്ന അവളുടെ സൗന്ദര്യത്തിന് അക്ബർ ചക്രവർത്തിയാണ് മാതള നാരകത്തിന്റെ പുഷ്പം എന്ന് അർത്ഥം വരുന്ന അനാർക്കലി എന്ന നാമം നാദിറയ്ക്ക് സമ്മാനിച്ചത്. പിന്നീട് സലീം ഒട്ടും വൈകിപ്പിച്ചില്ല. ഉടനെ തന്നെ നാദിറയെ കണ്ടെത്തി അവൻ അവന്റെ പ്രണയം തുറന്നു പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ തുളുമ്പുന്ന പ്രണയത്തിന് മുമ്പിൽ അവളും വൈകാതെ അടിമപ്പെട്ടു പോയി. ഇരുവരുടെയും പ്രണയം വളർന്നു. കൂടിക്കാഴ്ചകൾ അതീവ രഹസ്യമായിരുന്നുവെങ്കിലും അവസാനം ഈ വാർത്ത അക്ബർ ചക്രവർത്തിയുടെ കാതുകളിലും എത്തിച്ചേർന്നു. പക്ഷേ അക്ബർ ചക്രവർത്തി തന്റെ പുത്രനായ സലീമിന് വേണ്ടി അപ്പോഴേക്കും ഒരു രജപുത്ര കന്യകയെ വധുവായി നിശ്ചയിച്ചിരുന്നു. അനാർക്കലിയുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത പിതാവിന്റെ മുൻപിൽ അനാർക്കലിയെ വിവാഹം കഴിക്കണമെന്നുള്ള തന്റെ ആഗ്രഹം സലീം വെളിപ്പെടുത്തി. എന്നാൽ രാജരക്തത്തിൽ പിറക്കാത്ത കേവലം നർത്തകിയും ദാസിവേല ചെയ്യുന്നവളുമായ ഒരു പെൺകുട്ടി മുഗൾ രാജവംശത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയോ അക്ബർ ചക്രവർത്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. വിവാഹബന്ധത്തെ ശക്തമായി എതിർത്ത ചക്രവർത്തി അനാർക്കലിയെ കാണുവാനുള്ള സലീമിന്റെ ശ്രമങ്ങൾക്ക് ഒരു തടസ്സമാവുക കൂടി ചെയ്തതോടെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ അഗാധമായ വിള്ളൽ സംഭവിച്ചു. ചക്രവർത്തിയുടെ കൽപ്പനയെ അവഗണിച്ചതും അനാർക്കലിയെ കാണുവാനുള്ള സലീമിന്റെ ഉദ്യമങ്ങളിൽ രോഷാകുലനുമായ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് അനാർക്കലിയെ രാജകൊട്ടാരത്തിൽ നിന്നും പിടികൂടി തടങ്കലിൽ അടച്ചു. എന്നാൽ തന്റെ പ്രേമഭാജനമായ അനാർക്കലിയെ തടങ്കൽ പാളയത്തിൽ ഉപേക്ഷിക്കുവാൻ സലീം തയ്യാറായിരുന്നില്ല. തന്റെ സുഹൃത്തുക്കളുമൊത്ത് നടത്തിയ അനവധി ഉദ്യമങ്ങൾക്ക് ശേഷം അനാർക്കലിയെ തടവറയിൽ നിന്നും മോചിപ്പിച്ച സലീം തന്റെ വിശ്വസ്തരായ പടയാളികളുമൊത്ത് പിതാവിനെതിരെ ഒരു പടയൊരുക്കം തന്നെ നടത്താൻ തീരുമാനിച്ചു. അക്ബർ ചക്രവർത്തിക്കെതിരെ സലീം യുദ്ധത്തിന് തയ്യാറായി സൈന്യവുമായി പ്രത്യക്ഷപ്പെട്ടു. ഇതറിഞ്ഞ അക്ബറിന്റെ മനസ്സ് നൊന്തെങ്കിലും യുദ്ധം മാറ്റിവെച്ചില്ല. എന്നാൽ അതേസമയം തന്നെ ശക്തമായ സൈന്യ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന അക്ബറിനെ തോൽപ്പിക്കുക സലീമിനത്ര എളുപ്പമായിരുന്നില്ല. യുദ്ധത്തിൽ സലീമിന്റെ സൈന്യം തോറ്റോടി. പരാജയപ്പെട്ട സലീമിനെ ചക്രവർത്തിയുടെ സൈന്യം തടവുകാരനായി പിടികൂടുകയും ചെയ്തു. തടവിലായ സലീമിന്റെ മുൻപിൽ 2 ഉപാധികളായിരുന്നു അക്ബർ അവതരിപ്പിച്ചത്. ഒന്നുകിൽ അനാർക്കലിയെ അക്ബറിന്റെ മുൻപിൽ എത്തിക്കുക, അല്ലെങ്കിൽ മരണത്തെ നേരിടുക. എന്നാൽ ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രണയം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സലീം രാജകുമാരൻ തന്റെ അനാർക്കലിയെ തിരികെ എത്തിക്കുവാനുള്ള ആജ്ഞ അവഗണിച്ച് മരണശിക്ഷ സ്വീകരിക്കുവാൻ സന്നദ്ധനാവുകയാണ് ചെയ്തത്. ഒളിവിലായിരുന്നുവെങ്കിലും വിവരങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്ന അനാർക്കലി സലീമിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ സ്വയം കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് സലീമിന്റെ ജീവനു വേണ്ടി ചക്രവർത്തിയോട് അപേക്ഷിച്ചു. രാജകുമാരന്റെ ജീവനു വേണ്ടി സ്വയം മരണശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധയായ അനാർക്കലിക്ക്
ഒരു അപേക്ഷ മാത്രമേ ചക്രവർത്തിയുടെ മുൻപിൽ സമർപ്പിക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ. താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന സലീം രാജകുമാരനുമൊത്ത് ഒരൊറ്റ ദിവസത്തെ ജീവിതം. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ അവസാനത്തെ ആഗ്രഹത്തിന് ചക്രവർത്തി അനുവാദം നൽകുകയും ചെയ്തു. ഹൃദയത്തെ കീറിമുറിക്കുന്ന നൊമ്പരം മനസ്സിൽ സൂക്ഷിച്ച് ഒരു രാത്രിയിലെ ജീവിതം, ജീവനേക്കാളധികം 2 മനസ്സുകൾ ഈ രാത്രിക്ക് ശേഷം എന്നേക്കുമായി വേർപിരിയുകയാണ്. സൂര്യോദയം അടുത്തു വന്നതോടെ തന്റെ പേരിന് കാരണമായി തീർന്ന ഒരു മാതളനാരക പുഷ്പം ഉപയോഗിച്ച് സലീമിനെ മയക്കി കിടത്തിയ ശേഷം കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി നേർന്ന അനാർക്കലി പടയാളികൾക്കൊപ്പം യാത്രയായി. കിടങ്ങിലായിരുന്നു മരണശിക്ഷ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരുന്നത്. കൂറ്റൻ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കിടങ്ങിനുള്ളിലേക്ക് അക്ബറിന്റെ സാന്നിധ്യത്തിൽ അവൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കി. ഒരു തടിക്കഷ്ണത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട അനാർക്കലിയെ ജീവനോടെ തന്നെ ഒരു കല്ലറയിലേക്ക് ഇറക്കി. കല്ലറയിൽ ഓരോ കല്ല് വെക്കുമ്പോഴും അവൾ സലീമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാഹോറിനടുത്ത് ഇന്നും അനാർക്കലി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്ത് നാദിറയുടെ ശവകുടീരം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. തന്റെ പ്രിയതമന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനാർക്കലിയോളം വരുമോ സലീമിന്റെ പ്രണയം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ.